നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയാകാറുള്ള വിഷയമാണ് അന്യഗ്രഹ ജീവി. ഈ അടുത്തായി പ്രചരിപ്പിച്ച ഒരു വീഡിയോയിൽ അന്യഗ്രഹ ജീവിയുടേതെന്ന് സംശയിക്കുന്ന ഒരു രൂപവും അവർ വന്ന വാഹനവും ഒക്കെ കാണിക്കുന്നു. ഈ വാഹനത്തിന് ചുറ്റും സേഫ്റ്റി സൂട്ടൊക്കെ ഇട്ട് ഗവേഷകരെന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് മനുഷ്യരെയും കാണാം. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇതുപോലുള്ള അനവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്തകൾക്കൊന്നും അധികം ആയുസ്സുള്ളതായി കണ്ടിട്ടില്ല. 1-2 ദിവസം ഒരു ഓളമുണ്ടാക്കി പതിയെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഭൂമിയെ സംബന്ധിച്ച് നമുക്കറിയാം, മനുഷ്യന് ബഹിരാകാശം വരെയും പിന്നീട് അവിടുന്ന് ചന്ദ്രൻ വരെയും ഒക്കെ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി തിരിച്ച് അന്യഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യൻ ഭൂമിയിലെത്താനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം നോക്കാം. സാമാന്യബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഇതൊരു ഫേക്ക് വീഡിയോയാണ്. ഈ വീഡിയോയിൽ ഏലിയൻ എന്ന് പറഞ്ഞു കാണിക്കുന്ന രൂപം ഏതാണ്ട് 90% സിനിമകളിലും നാം കണ്ടുപരിചയിച്ച അന്യഗ്രഹ ജീവികളുടേതുപോലെയാണ്. ഇതിൻ്റെ ഫാക്ട് ചെക്ക് വീഡിയോയിൽ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം, 24 മണിക്കൂറും ടെലിസ്കോപ്പിൽ നോക്കി ബഹിരാകാശത്തു നിന്നുള്ള സിഗ്നലുകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ ഇങ്ങനെയൊന്നിനെ കണ്ടിട്ടില്ല. സൗരയൂഥത്തിന് പുറത്തുനിന്ന് അവർക്ക് തിരിച്ചറിയാനാവാതെ ലഭിച്ച സിഗ്നലുകൾ വിരലിലെണ്ണാവുന്നത് മാത്രമാണ്. ഇവയെല്ലാം കാണുന്നതും പ്രചരിപ്പിക്കുന്നതും സാധാരണ മനുഷ്യരായിരിക്കുമെന്നതാണ് സത്യം. നമ്മൾ തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ആകാശത്തേക്ക് നോക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കും. വെറുതെ നമ്മളാരും ആകാശം നോക്കാറില്ല. അസാധാരണമായി എന്തെങ്കിലും അനുഭവപ്പെട്ടാലോ ഒരു വിമാനം പോകുമ്പോഴോ ഒക്കെയാണ് ഒന്ന് ആകാശത്തേക്ക് നോക്കുന്നത്. ഈ പ്രസ്തുത ജീവിക്ക് ഭൂമിയിലെത്തണമെങ്കിൽ ഏറ്റവും മിനിമം യോഗ്യത അവ മനുഷ്യനേക്കാൾ 10 മടങ്ങ് ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ തന്നെ ഉപഗ്രഹമായ ചന്ദ്രൻ വരെയാണ് മനുഷ്യൻ ഇതുവരെ എത്താനായത്. ഈ പറഞ്ഞ ജീവിക്ക് മനുഷ്യനേക്കാൾ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് തന്നെ വെച്ചാലും ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഒരു പ്രധാന വെല്ലുവിളിയാണ്. സൂര്യന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നും പ്രകാശഭൂമിയിലെത്താൻ ഏതാണ്ട് 2.5 മില്യൺ വർഷമെടുക്കും. ഇത് പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചുള്ള കാര്യമാണ്. ഇവർ വരുന്ന വാഹനത്തിൻ്റെ വേഗത പ്രകാശ വേഗതയേക്കാൾ കൂടുതലാണെന്ന് തന്നെ വയ്ക്കുക. ഈ വേഗത്തിലേക്ക് പേടകം എത്തിക്കാനുള്ള ഊർജ്ജം കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത്രയും വർഷമെടുത്ത് ഇവിടേക്ക് വരുമ്പോൾ ഇവരുടെ ആയുസ് എത്ര വർഷമായിരിക്കുമെന്നതാണ്. എത്രാമത്തെ തലമുറയായിരിക്കും ഇവിടെ എത്തപ്പെടുക? ചിന്തിച്ചാൽ ഒരു സാധാരണ മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത അനവധി കാര്യങ്ങൾ ബഹിരാകാശത്തിൻ്റെ നിഗൂഢതകളിൽ ഒളിഞ്ഞു കിടക്കുന്നു. എന്നാൽ ഭൂമിക്ക് പുറത്ത് ഒരു ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രലോകം തള്ളിക്കളയുന്നു. ഒട്ടനവധി തിയറികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഭൂമിയിലല്ലാതെ മറ്റൊരിടത്തും ഇത്രയും ബുദ്ധിവികാസം പ്രാപിച്ച ജീവികളില്ലെന്നും മനുഷ്യനാണ് ആദ്യമായി ഇതുപോലൊരു തലച്ചോറുമായി പ്രപഞ്ചത്തിലേക്ക് എത്തിയതെന്നും ഒരു തിയറി. മനുഷ്യന് മുമ്പേ മനുഷ്യനേക്കാൾ ഇൻ്റലിജൻ്റായ ജീവികൾ ജീവിച്ചിരുന്നു എന്നും ഏതോ ഒരു തലത്തിനപ്പുറത്തേക്ക് അവർക്കൊന്നും പോകാൻ സാധിച്ചില്ല എന്നും മനുഷ്യൻ ആ കൂട്ടത്തിൽ അവസാനമായി വന്നതാണെന്നും മറ്റൊരു തിയറി. അതായത് മനുഷ്യൻ്റെ ബുദ്ധിവികാസം ഒരു പരിധിക്കപ്പുറം പോകില്ല എന്നർത്ഥം. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും അവർ നമ്മളെ കാണുന്നുണ്ടെന്നും നമ്മുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടെന്നും മറ്റൊരു തിയറി. ഭൂമിയിൽ നിന്ന് ഗവേഷണത്തിനായി സിഗ്നലുകൾ അയച്ച് പണി സ്വയം വരുത്തി വയ്ക്കരുതെന്ന് പറയുന്ന ഗവേഷകരുമുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുള്ള സാധ്യതകളുണ്ട്. നാം അന്യഗ്രഹ ജീവികൾ എന്ന് പറയപ്പെടുന്നവർ അവിടെ